കാര്യവട്ടം മത്സരം രാത്രി 7 മണിക്കാണെങ്കിൽ പോലും ഇപ്പോഴേ അല്ല രാവിലെ മുതൽ തന്നെ ആരാധകരുടെ വലിയ ഒഴുക്ക് കാണുന്നുണ്ട്. 3 മണി മുതലാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുക. അതിന് മുന്നോടിയായി പൊള്ളുന്ന വെയിലുണ്ട്, അതിലൊന്നും വകവയ്ക്കാതെ ഇതുപോലെ ആരാധകരുടെ വലിയ ഒഴുക്കാണ്. ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ വിറ്റുപോയി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 32,000 ടിക്കറ്റുകളും വിറ്റുപോയെന്നാണ് KC അറിയിച്ചത്. 40,000-ലധികം കാണികൾ, അതായത് സ്റ്റേഡിയം നിറയ്ക്കുന്ന തരത്തിൽ കാണികൾ ഉണ്ടാകും. സ്റ്റേഡിയം ഒരു നീലക്കടലായി മാറുന്ന കാഴ്ചയാവും ഉണ്ടാകുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരാധകർ വലിയ ആവേശത്തിലാണ്, വൻ ഹാപ്പിയാണ്. എന്തായാലും സഞ്ജു അത് തന്നെയാണ് ഒരു വലിയ ഫാക്ടർ. സഞ്ജുവിന്റെ കളി സഞ്ജു തകർത്തടിക്കുന്നത് കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ. ഇവിടെ നാട്ടിലെവിടെ? മലപ്പുറം. മലപ്പുറത്ത് ഫുട്ബോള് നാടാണെന്ന് പറയും, പക്ഷെ അവിടെ ക്രിക്കറ്റ് ആവേശത്തിന് ഒട്ട് കുറവില്ല എന്ന് തെളിയിക്കുന്നതാണ്. അതെ തീർച്ചയായിട്ടും. എന്താണ് പ്രതീക്ഷകൾ? സഞ്ജു ഇന്ന് ഫോമാവും. ഞങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ വേൾഡ് കപ്പിൽ സഞ്ജു മുന്നിൽ തന്നെ ഉണ്ടാവും, ടീമിൽ ഉറപ്പിച്ചിട്ട്. എന്താണ് പ്രതീക്ഷ? സെഞ്ചുറി അടിക്കുന്നു, അങ്ങേര് ഇറങ്ങും ചെയ്യും, സെഞ്ചുറി അടിക്കും. ഞങ്ങളെ കേരളത്തിന്റെ ഏകൊരു മുത്താണ്. കുറെ പേര് ഫാമിലി ആയിട്ടും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്താ ചേട്ടാ പ്രതീക്ഷ? സഞ്ജുവിന് സെഞ്ചുറി അടിക്കും, അല്ലെങ്കിൽ 50 ഒക്കെ അടിക്കും, എന്തായാലും അടിക്കും. കാരണം ഇന്ന് കളിച്ചില്ലെങ്കിൽ നമ്മളെ ഫുൾ പ്രതീക്ഷയോടെ വരുന്നത് സഞ്ജു. അപ്പോൾ ഞാൻ ഇന്ന് ഫാമിലി ആയിട്ട് വന്നത്. എന്റെ മോള് വൈഫെല്ലാം ഭയങ്കര ക്രിക്കറ്റ് ആരാധികയാണ്. അപ്പോൾ അവൾക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. ലൈവ് നമ്മൾ ടിവിയിൽ മാത്രമേ ക്രിക്കറ്റ് ഉള്ളൂ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നതാണ്. കാസർഗോഡ് ചെറുകുത്തൂർ അത് വീട്. അപ്പോൾ അവൾക്ക് എപ്പോഴും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോളെ ആഗ്രഹപ്രകാരം അപ്പം സഞ്ജുവിനെയും ഇന്ത്യൻ ടീമിനെല്ലാം നേരിട്ട് കാണാനെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ച് വന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ ഇന്ന് എന്തായാലും ജയിച്ചിരിക്കും, സഞ്ജു സെഞ്ചുറി അടിച്ചിരിക്കും, നമ്മളിന്ന് ആഘോഷിച്ചിരിക്കും. ഓക്കെ മോളെ, ഈ പറഞ്ഞ പോലെ അച്ഛൻ പറയുന്ന കേട്ടു വൻ ആരാധികയാണെന്ന്. സഞ്ജു തന്നെയാണോ ഫേവറേറ്റ്? എന്താണ് പ്രതീക്ഷകൾ? സഞ്ജു കഴിഞ്ഞ കളികളിലൊക്കെ ഒന്ന് ചെറിയതായി നിരാശപ്പെടുത്തി, പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ കാണികൾക്ക് മുന്നിൽ കളിക്കുമ്പോൾ അടിപൊളിയാവുന്നതാണ് പ്രതീക്ഷ. ശരി. ഈ പറഞ്ഞതുപോലെ ദിലീപ് കുമാർ വലിയ ആവേശം. ഈ കാണികൾ ഇനിയും വരാനിരിക്കുന്നേയുള്ളൂ. 1 മണിയോടുകൂടെ തന്നെ ആവുമ്പോൾ ഇവിടെ നിറഞ്ഞു കവിയ ഒരു നീലക്കടലായി ഈ പ്രദേശം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 3 മണിക്കാണ് കാണികളെ പ്രവേശിക്കുക. 7 മണിക്കാണ് മത്സരം, 6:30ക്കാണ് ടോസ്. പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലാണ്. ഈ മത്സരം കൂടി ജയിച്ച ലോകകപ്പിലേക്ക് ഒരു ജയത്തോടെ ആ ഒരു വലിയ ആത്മവിശ്വാസത്തോടുകൂടി കടക്കാമെന്ന പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവുമുള്ളത്.